ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി മായ ഷിബു കുമരൻ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീദാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. സാത്വിക ഭാവത്തിൽ മഹാലക്ഷ്മിയായും രാജസഭാവത്തിൽ സരസ്വതിയായും താമസഭാവത്തിൽ മഹാകാളിയായും വിരാജിക്കുന്ന മൂന്ന് ശക്തികളും ഏതൊന്നിൽ സമന്വയിക്കുന്നു അതത്രേ ശാരദ. പണ്ഡിതന്മാരാൽ പൂജിക്കപ്പെടുന്നവളും ശരത്കാലത്തുണ്ടായവളും വെളുത്ത താമരയിൽ വസിക്കുന്നവളും അറിവിന്റെ ഇരിപ്പിടമായിട്ടുള്ളവളുമായ ജഗജ്ജനനിയായ ആദിപരാശക്തിയായ പരബ്രഹ്മസ്വരൂപിണിയായ വിദ്യാദേവതയെ ഉപാസിക്കുന്നവർ അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതായി ജ്ഞാനമാകുന്ന അമൃതരസം പാനം ചെയ്യാൻ സാധിക്കും. അർത്ഥ കാമ മോഹങ്ങളിൽ നിന്ന് ഉയർത്തി മോക്ഷസ്വരൂപമാകുന്ന ആത്മജ്ഞാനം വരം നൽകുന്നവളാണ് ശാരദാദേവി. ഈ വരുന്ന മെയ് മാസം 24 ശനിയാഴ്ച ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ പാദസ്പർശത്താൽ പുണ്യമായ നാഗമ്പടം ക്ഷേത്രത്തിന്റെ തേന്മാവിൻ ചുവട്ടിൽ വെച്ച് കുട്ടികൾക്കായി കോട്ടയം SNDP യൂണിയൻ ശാരദോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നു. ശാരദയെക്കുറിച്ചും ശാരദോത്സവത്തെക്കുറിച്ചും നമുക്ക് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത് കോട്ടയം SNDP യൂണിയന്റെ ആരാധ്യനായ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറിയും ഭാഷകനും അവർകളാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. നമസ്തേ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലെ വിട്ടുപോയി. വീഡിയോ കോൾ ആരോ കയറി വിളിച്ചു. എന്നിട്ട് ക്ഷമിക്കണം, ഒരു വീഡിയോ കോള് അറിയാതെ കയറി വന്നതാണ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ. ഒരു വീഡിയോ കോൾ അറിയാതെ കയറി വന്നാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ഏറെ ബഹുമാനപ്പെട്ട
നമ്മുടെ ഈ പഠന കേന്ദ്രത്തിന്റെ ജഗത് വാണിയിലെ സകല അറിവും നേടിയ ഗുരുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പഠിതാക്കളെ, എന്നെ ക്ഷണിച്ച സ്മിത മാഡം, പ്രിയപ്പെട്ട എല്ലാവരും തന്നെ, എനിക്ക് പരിചിതരായിട്ടുള്ള എല്ലാവരും തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ധന്യമായ മുഹൂർത്തത്തില് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞത് ഗുരു നിയോഗം കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ ഭഗവാന്റെ തിരുനാമത്തില് നമുക്ക് അല്പസമയം ഒരു സംവാദങ്ങളിൽ കൂടെ, ഒരു ചർച്ചയിൽ കൂടെ, ഒരു പ്രഭാഷണത്തിൽ ഉപരിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ശാരദയെക്കുറിച്ചും ശാരദോത്സവത്തെക്കുറിച്ചുമുള്ള ചെറിയ ചെറിയ ഏടുകളിൽ കൂടെ നമുക്ക് കടന്നു പോകാം. ഇവിടെ സൂചിപ്പിച്ച പോലെ, സ്വാഗതി പ്രാസിംഗ സൂചിപ്പിച്ച പോലെ, സുധച്ചേച്ചി സൂചിപ്പിച്ച പോലെ, ഈ വരുന്ന 24-ാം തീയതി, മെയ് 24-ാം തീയതി ലോകത്തിന്റെ ചിന്താധാരകളെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും വലിയ തീർത്ഥാടന പദങ്ങളിൽ ഒന്നായ ശിവഗിരി തീർത്ഥാടനത്തിന് 1928 നാഗമ്പടത്തെ തെന്മാവിൻ ചുവട്ടിലിരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ ആ പുണ്യമായ ഭൂമിയിൽ ചരിത്ര സംഭവം എന്ന രീതിയിൽ SNDP എന്ന മഹാപ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയ ആ പുണ്യപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയിൽ ഒരു ശാരദോത്സവം നമ്മൾ നടത്തുക, പ്രഥമ ശാരദോത്സവമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടും നമുക്ക് അനുയോജ്യമായ ഒരു പേര് ഇട്ടുകൊണ്ട്, അറിവിന്റെ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ നാളുകളിൽ വരുന്ന യുവതലമുറയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക്, അറിവിന്റെ വാതായനങ്ങളിലേക്ക് നമുക്ക് കടത്തിക്കൊണ്ട് പോകുവാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കോട്ടയം SNDP യൂണിന്റെ നേതൃത്വത്തിൽ ശാരദോത്സവം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം, കാരണം ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവഗിരി, ചെമ്പണ്ടി, അരൂപ്പുറം, മരുത്തോമലയൊക്കെ എന്ന് പറയുന്ന പോലെ ഗുരുവിന്റെ വടക്കോട്ടുള്ള സഞ്ചാരത്തിൽ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നിന്നാണ് നാഗമ്പടം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ട്, കാരണം ഒരു പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട്, അതിപ്പം ശിവഗിരി ആയാലും നാഗമ്പടമായാലും കോലത്തുകര ആയാലും ഗുരുവിന്റെ സാന്നിധ്യം പതിഞ്ഞിടം തന്നെ ദൈവീക സ്ഥലങ്ങളായിട്ടും എപ്പോഴും മാറും. അതുകൊണ്ട് തന്നെ അവിടെ ഈ സ്ഥലം തെരഞ്ഞെടുത്തത് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ശാരദ മന്ത്രാർച്ചനയും അതുപോലെ മാതൃപൂജയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോഴത് അത് ഒരു വലിയ ഒരു അറിവായിട്ട് മാറുകയാണ്. ഗുരുവിന്റെ അനുഗ്രഹം നിലനിൽക്കുന്ന സ്ഥലം എന്ന രീതിയിൽ കുട്ടികൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം കേൾക്കുന്നതിലുപരിയായിട്ട് അവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ശാരദ മന്ത്രാലയം ഒരു പ്രാക്ടിക്കൽ പരീക്ഷ പോലെ കുട്ടികൾക്ക് അനുഭവപ്പെടുകയാണ്. കാരണം നാഗമ്പടത്ത് വന്നു പോകുന്നതിനപ്പുറമായിട്ട് അവിടെ നിന്ന് പഠിക്കുമ്പോൾ അതിന്റെ നാഗമ്പടത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ ഇൻട്രഡക്ഷൻ കൊടുത്തുകൊണ്ടാണ് പലപ്പോഴും അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ഇതിന് പ്രാധാന്യം നമ്മൾ കൊടുത്തത് തന്നെ ഏറ്റവും പ്രധാനം. കാരണം നമ്മളെ സംബന്ധിച്ച് ശാരദ മഠമാണ് ശിവഗിരിയിലുള്ളത്. ശിവഗിരി ശാരദയെ പോയി നമ്മൾ കണ്ടു തൊഴുന്ന് പോരുമ്പോഴും ഇന്ന് ആ ശാരദയെ മറന്നുകൊണ്ട് ഒരു വിദ്യാ അഭ്യാസം തുടങ്ങുന്ന കാലഘട്ടത്തിൽ പോലും എഴുത്തിനിരുത്താൻ ഇല്ലെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോലും, കാരണം അവിടെ പ്രത്യേകിച്ച് ശാരദ മാത്രമേ ഉള്ളൂ. മറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ശാന്തി നമുക്ക് പ്രസാദം തരുന്ന ഒരു സംവിധാനവും അങ്ങനെ ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നമ്മുടെ പല ആളുകളും അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഒന്നെങ്കിൽ തിരുനക്കര അല്ലെങ്കിൽ ഏറ്റുമാനൂർ എന്ന് വെച്ചാൽ നമ്മുടെ പൈസ മടിക്കുട്ടിലെ പൈസയുടെ തൂക്കം നോക്കി ബലം കിട്ടുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ നോക്കിയാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ പോകുന്നത്. അപ്പം ഈ ശാരദ എന്താണെന്ന് അറിഞ്ഞാലേ ശാരദയിൽ നമ്മൾക്ക് ചെന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. നാഗമ്പടം എന്താണെന്ന് അറിയുമ്പോഴാണ് നാഗമ്പടത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ മാമ്പഴക്കൂട്ടം നടത്തി കഴിഞ്ഞു. അപ്പോൾ നാഗമ്പടത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ശാരദോത്സവം നമ്മൾ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഈ കാലഘട്ടത്തിന്റെ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ പോകുന്ന രീതികളും പ്രവർത്തന പന്താവും ഒക്കെ നമ്മൾ നോക്കേണ്ടത്. കാരണം അവരൊക്കെ ഇന്ന് രാസലഹരി ഉൾപ്പെടെയുള്ള വലിയ മയക്കുമരുന്നിന്റെ ലോകത്തിൽ കൂടെ അവർ നിത്യം സഞ്ചരിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട, വലിയ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ശാരദ ഉത്സവത്തിന്, ശാരദ പൂജയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം അതിന്റെ അറിവിന്റെ ദേവതയാണെന്ന് പറഞ്ഞു ഇവിടെ സ്വാഗത പ്രാസംഗികം വളരെ ഗംഭീരമായിട്ട് തന്നെ അത് നമ്മുടെ മുന്നിലേക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം
നമുക്കറിയാം മൂലപ്രകൃതിയായിട്ടുള്ള സരസ്വതി, ആദി പരാശക്തിയായിട്ടുള്ള പാർവതിയുടെ അങ്ങനെ ബഹുമുഖങ്ങളായിട്ടാണ് ശാരദയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് തിരുനക്കരയിൽ ചെന്ന ശിവന്റെ ഒരു രൂപത്തെ നമുക്ക് അവിടെ മാത്രം ദർശിക്കാൻ പറ്റത്തുള്ളൂ. 4 കരങ്ങളോട് കൂടി 4 അറിവുകൾ പകർന്നു തരുന്ന ഏറ്റവും വിദ്യയുടെ ദേവതയായിട്ട് ശാരദയെ അവിടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ ശാരദയെ പറഞ്ഞു കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ പേരൻസിന്, നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗുരുദേവൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിഷ്ഠ നടത്തിയ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്, ഒന്ന് അരുവിപ്പുറവും ഒന്ന് ശാരദാ മഠവും എന്ന് പറയുന്നത്. കാരണം ഇതൊരു ക്ഷേത്രമല്ല. ഇപ്പോഴും നമ്മുടെ ശാരദ അവിടെ ഉത്സവം കഴിഞ്ഞു, പക്ഷെ അവിടെ ഒരു കൊടിയേറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ഇടമാണ് മഠമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇടനിലക്കാരായിട്ടുള്ള ശാന്തിക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ശാരദാ മഠത്തില് അവിടെ പഠിക്കാൻ വരുന്ന പഠിതാക്കളായിട്ടുള്ള ആളുകള്, ഇല്ല സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള് പലപ്പോഴായിട്ട് നമുക്ക് അവിടെ നിന്ന് പ്രസാദങ്ങൾ തരാറുള്ളൂ. അവിടെ മറ്റു തരത്തിലുള്ള നിവേദ്യങ്ങളില്ല, മറ്റു പൂജാവിധികൾ ഒന്നും തന്നെ ഇല്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയെന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. കാരണം നമുക്ക് ആ ശാരദാ മഠത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇറുമ്പിന് പോലെ ഒരു ദോഷവും വരാൻ പാടില്ല എന്നുള്ള ഗുരുവിന്റെ അനുകമ്പയുടെ മൂർത്തിഭാവം ആ മഠത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. കാരണം നിവേദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നാല് അവിടെ ഉറുമ്പുകൾ വരികയും അത് പവിത്രമായിട്ടുള്ള അതിന് കളങ്കം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവിടെ കാർബൺ, നമുക്കറിയാം കർപ്പൂരം എന്നല്ലേ, കർപ്പൂരത്തിൽ നിന്ന് പുക വരുന്നത് കാർബണാണ്. അവിടെ കരി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ക്ഷതം സംഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഗുരു അവിടെ അത് കർപ്പൂര ആരതി പോലും മാറ്റി വെച്ചുകൊണ്ട് ഇനി ആവശ്യമെങ്കിൽ ജനലുകളൊക്കെ അടച്ചിട്ടിട്ട് വെളിയിൽ നിങ്ങൾ കർപ്പൂര ആരതി ചെയ്തോളാനാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ച് അറിവിന്റെ ദേവതയായിട്ടുള്ള മാത്രം ഒരു ദേവതയാണ് അവിടെ സങ്കല്പിച്ച് നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. കാരണം അനാചാരങ്ങളിൽ കടന്ന അറിവില്ലാത്ത, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കുറെ ആളുകൾക്ക് അറിവുണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഭഗവാന് ശാരദയെ തന്നിരിക്കുന്നത്. കാരണം ഗുരുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി നടത്തിയ പ്രതിഷ്ഠയാണ്. പക്ഷെ നമുക്കറിയാം ആ ചരിത്രം നാം പഠിച്ചു വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം പേട്ടയിലുള്ള അവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അവിടെ വെച്ച് ഈ ശാരദാ വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ ആ മോഡൽ ഉണ്ടായിട്ട് പോലും ഗുരുവിന് തൃപ്തി വരാഞ്ഞിട്ട് ഗുരു തന്നെ നേരിട്ട് എന്ന് ആ ഉണ്ടാക്കിയ ആളോട്, മുസാരിയോട് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വ്രതം എടുത്തതിന് ശേഷം ആണ് ആ വിഗ്രഹത്തെ അദ്ദേഹം സങ്കല്പിച്ചതിന് ശേഷം ഗുരുവിന്റെ സാന്നിധ്യത്തില് ഗുരുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ശാരദയുടെ രൂപം ഉണ്ടാക്കി തരുമ്പോൾ നമുക്കറിയാം നിത്യ ചൈതന്യവത്തിയായിട്ട് നിൽക്കുന്ന ആ താമരയിൽ പത്മാസനത്തിലിരിക്കുന്ന ശാരദയെ നമ്മളൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം ശിവഗിരി എന്ന അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശാരദയും കൂടെ തൊഴുതിട്ട് വരാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശാരദാ പ്രതിഷ്ഠയുടെ ഉത്തരവാദിത്തങ്ങൾ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർ പൽപ്പൂട് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ അതിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ഗുരു പറയുന്നുണ്ട് അവിടെ ധാരാളം ആളുകൾ വന്നു ചേരുന്നപ്പോൾ ആ ധാരാളം ആളുകൾക്ക് വന്നു ചേരാൻ ഉള്ള സാഹചര്യം വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് കുളിക്കാൻ ആശാനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം എല്ലാം ഭംഗിയായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നു, ഇനി ഒന്നും ഒരു കുറവുകളും ഇല്ല എന്നുള്ള രീതിയിൽ ആശാൻ ഗമയ്ക്ക് നടക്കുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ എങ്ങനെ, ബാക്കി എല്ലാം ഒരുക്കങ്ങളായെന്ന് ആശാൻ പറഞ്ഞപ്പോൾ ചോദിക്കുന്നു, സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് കുളിക്കുവാനുള്ള സൗകര്യം എന്താണെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. താഴെയുള്ള കനാലിൽ കുളിക്കുന്ന രീതിയിലാണ് ആശാൻ പറഞ്ഞെങ്കിൽ സ്ത്രീകൾക്ക് എത്രയും അധികം വരുന്ന സ്ത്രീകൾക്ക് അവിടെ സുരക്ഷിതമുണ്ടോ എന്ന് ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പറെ ഒരു രായരുടെ ഓവ് എന്ന് പറയുന്ന ഒരു വലിയ കഥയാണ്. ആ ഓവ് വെള്ളത്തെ കുളിക്കാൻ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് നമുക്ക് നൽകുന്നത് അന്ന് ശാരദാ പ്രതിഷ്ഠയ്ക്ക് ഉത്സവത്തിന് ശാരദാ പ്രതിഷ്ഠയ്ക്ക് വരുന്ന ആളുകൾക്ക്, അത് പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് ശുചിത്വമായിട്ട് വരാനും വേണ്ടി അവിടെ കുളിക്കുവാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഓവ് അവിടെ കൃത്യമായിട്ട് അപ്പുറത്തെ വീട്ടിലെ അദ്ദേഹം സൗജന്യമായിട്ട് അത് കൊടുത്തുകൊണ്ട് ആ ഓവ് വെള്ളത്തിൽ കുളിക്കാന്ന് ഗുരു പറയുന്നത്. അപ്പൊ അത്ര കൃത്യമായിട്ട് ഗുരു അവിടുത്തെ ശാരദാ പ്രതിഷ്ഠയുമായിട്ട് ഓരോ കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് 1912 കൃത്യമായിട്ട് അവിടെ ശാരദാ ദേവിയെ പ്രതിഷ്ഠ നടത്തിയത്. ഒരു വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് പല ആളുകളും പറയുമ്പോൾ ഗുരുവിനെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം, കരുമരുന്നും വേണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ശാരദ അല്ലെങ്കിൽ ഗുരുവിന്റെ ഇങ്ങനെയുള്ള അറിവുകളെ പഠിക്കാതെ മറ്റുള്ളവർ പറയുന്ന ആളുകൾ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന്, എന്തുകൊണ്ട് ഇവിടെ കരിമരുന്ന് നടത്തിക്കൂടാ, അതിനെ കൊണ്ടുവന്ന് കൂടാ എന്ന് പറയുമ്പോൾ
ഒരു നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു എങ്ങനെയാണോ പറഞ്ഞത്, ഇന്ന് സമൂഹത്തിൽ നിന്ന് ഉത്സവത്തിന് ആനകൾ സ്വമേധയാ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ ദർശനം നാം പ്രവർത്തിച്ചു തുടങ്ങുക 100 കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് ഗുരു നമ്മെ ഉത്ഭവിച്ചിരിക്കുന്നത്. മഹാസമാധി പ്രാപിച്ചിട്ട് 100 വർഷങ്ങളിലേക്ക് കഴിഞ്ഞു വരികയാണ്. പക്ഷേ നമ്മുടെ യുവതലമുറ ഈ തരത്തിൽ പലപ്പോഴും യൂത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, എനിക്ക് യൂത്ത് മൂവ്മെന്റിന്റെ ആദ്യം എന്നെ സൂചിപ്പിച്ചെങ്കിൽ പോലും ഈ ക്ലാസ്സിലെ ഒരു പഠിതാവ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് അല്പമെങ്കിലും സംഘടനാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഗുരുവിനെ കുറിച്ചും ഗുരുവിന്റെ കൃതികളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ തോന്നുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് വന്നത് നമ്മുടെ പഠന ക്ലാസ്സിന്റെ വലിയൊരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഒരു പരിധി വരെയൊക്കെയാണ് നമുക്കത് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മുടെ ധാരാളം കുട്ടികൾ ഈ തരത്തിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. ശിവഗിരിയെ നമ്മൾ കൊണ്ടെത്തി കഴിയുമ്പോൾ ആ ശിവഗിരിയിൽ നിന്നും നമ്മുടെ ശാരദയെ തൊഴുതിട്ട് പോരാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈ ശാരദയെ തൊഴാനുള്ള കാരണം എന്താണെന്നും ശാരദ എന്താണെന്നും പല ആളുകളും ശിവഗിരി ചെല്ലുമ്പോൾ അറിയുന്നില്ല. നമുക്കറിയാം, മറ്റൊരു മതസ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദേവാലയങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ഫോട്ടോ നമ്മളെടുത്ത് ഓരോരുത്തരും കുട്ടികളോട് ചോദിക്കുമ്പോൾ അത് ഇന്നയാടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെയെല്ലാം ആ കുഞ്ഞു മനസ്സുകളിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചു നോക്കിക്കാണും. ഞാനിപ്പോ ചെങ്ങളത്തിലാണ്. എല്ലാ ദിവസവും രാവിലെകളിൽ തട്ടയിട്ട കുഞ്ഞു കുട്ടികൾ ഞങ്ങളുടെ ഇപ്പുറത്തെ വഴിയിൽ കൂടെ മദ്രസകളിൽ പോകുന്നുണ്ട്. കാരണം അവർക്ക് ആധ്യാത്മിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മതി ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ട് ജീവിതത്തിൽ അവരൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയോട് നമ്മൾ ശിവഗിരി ചെന്നാലും കോലത്തുകരയിൽ ചെന്നാലും അരിവിപ്പുറത്ത് ചെന്നാലും അതിനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നും അത് പഠിച്ചു പോരുവാനുള്ള ഒരു വഴിയൊരുക്കം നടത്തേണ്ടത് വലിയൊരു കാര്യമല്ല. ശാരദയെ നമ്മൾ തൊഴുത് അവിടെ ഒരു പൂജയും നടത്തി ശാരദാ മന്ത്രാർത്ഥ പൂജയും നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ നാമ്പടത്ത് നമ്മൾ നടത്തുന്നത് അറിവിന്റെ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാനും അറിവിന്റെ പുതിയൊരു വാതായനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു നടപടിക്രമത്തിലാണ് ഇവിടെ അടുത്ത ദിവസം പ്രഥമ ശാരദോത്സവം നടക്കുന്നത്. അവിടെ വലിയൊരു പൂജ നടക്കുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, മാതൃപൂജ നടക്കുന്നുണ്ട്. അമ്മ ആരാണെന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ക്ലാസ് ആണ് നടക്കുന്നത്. അത് അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കേണ്ട കാര്യം. അവിടുന്ന് കിട്ടുന്ന ഒരു പൂജ കഴിഞ്ഞ് നമുക്കറിയാം ഒരു മഹാഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് ഒരു ബുക്കും ഒരു പേനയും നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ആ മഹാഗുരു തന്നതാണ്. ഇതായിരിക്കണം എൻ്റെ ജീവിതത്തിലെ അറിവിന്റെ ആദ്യാശനം. പുതിയ അധ്യയന വർഷത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മഹാഗുരുവിന്റെ ആ ചൈതന്യം തുളുമ്പുന്ന ഈ പേന കൊണ്ടാണ് അറിവിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഞാൻ എഴുതുമ്പോൾ അവനെ അടുത്ത അധ്യയന വർഷത്തിലേക്കുമ്പോൾ ഉന്നത മാർക്ക് മനസ്സിനെ വളർത്തിയെടുക്കുവാൻ കഴിയണം. നമുക്കറിയാം, നമ്മുടെ കുട്ടികളിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടെന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് അവന്റെ വലത് കൈകളിലേക്ക് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കേണ്ടത് ഗുരുദേവ ദർശനമാണ്. അതിനുമേലെ ഫിസിക്സ് പഠിച്ചോട്ടെ, കെമിസ്ട്രി പഠിച്ചോട്ടെ, മാത്സ് പഠിച്ചോട്ടെ, ബയോളജി പഠിച്ചോട്ടെ, ഹിസ്റ്ററി പഠിച്ചോട്ടെ, സയൻസ് പഠിച്ചോട്ടെ എന്ന് വേണ്ട അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ അവൻ നേടുന്നതിനപ്പുറം ആദ്യം അവന്റെ വലത് കൈയിലേക്ക് കൊടുക്കേണ്ട ഗുരു ദർശനമാണ്. ഇത്രയും ഒരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റത്തില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുവിനെ പൂജിച്ചിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിക്കേ. കാരണം എത്രയോ ആധ്യാത്മിക ഗുരുക്കന്മാർ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുള്ളതാണ്. ഇങ്ങനെ 73 വർഷക്കാലവും 23 ദിവസത്തെ ജീവിതം ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് ഒരു സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നവൻ സാധാരണ മനുഷ്യർ നടക്കുന്ന പോലെ നടന്നു, സാധാരണക്കാർ ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിച്ചു, സാധാരണക്കാർ കിടക്കുന്ന പോലെ കടന്നു. അങ്ങനെ ഉണ്ടും ഉറങ്ങിയും ഉള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച ലോകത്തിലെ ഒരേ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരു അല്ലാതെ വേറൊരു ഗുരുവിനെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ച് വെച്ചേ, ക്രിസ്തുവിനെ സ്വന്തം ശിഷ്യന്മാര് ഒറ്റ കൊടുത്തില്ലേ? 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തു. നമുക്കറിയാം, രാമൻ ലോകത്തിന്റെ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമനെ ചോദ്യം ചെയ്യുന്ന ഒരു സീതയെ നമ്മളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ചിന്താവിഷ്ടയായ സീതയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സ്ത്രീ എങ്ങനെയാണ് സമൂഹത്തിൽ നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ചിന്താവിഷ്ടയായ സീതയിൽ ഒരു സ്ത്രീ സമൂഹത്തോട് ചോദിക്കുന്ന മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മര്യാദാ പുരുഷോത്തമം സൂചിപ്പിക്കുന്ന രാമനോട് സീത ചോദിക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെ സ്വന്തം പ്രജകളിൽ നിന്നും ഭാര്യയിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നബിയെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അങ്ങനെ ആരെ എടുത്തു നോക്കി, ശങ്കരൻ അദ്വൈതത്തിന്റെ അതിർവരമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവിനോ തന്റെ ഭക്തമാനസങ്ങളിൽ നിന്നോ തന്റെ ശിഷ്യന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ഗുരു ചെയ്തത് തെറ്റായിപ്പോയി, ഗുരു അങ്ങനെ എന്ത് ചിന്തിച്ചു എന്ന് പോലും ഒരാൾ പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ?
അപ്പൊ നമ്മളൊക്കെ എന്ത് പുണ്യം ചെയ്ത ആളുകളായി ഈ കുലത്തിൽ മഹാഗുരുവിന്റെ സാന്നിധ്യമുള്ള ഈ ഭൂമിയിൽ പിറക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ നമ്മുടെ പുണ്യമല്ലാതെ ഒന്നും തന്നെ ഇല്ല. കാരണം ശാരദയെ പ്രതിഷ്ഠിക്കാൻ പോലും അത് കൃത്യമായിട്ട് ഗുരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അവിടെ വരുന്ന ആളുകൾ ഗുരുവിനെ ആദ്യം തൊഴാനല്ല, ഞാനെന്ന രീതിയിലല്ല പറഞ്ഞത്, നമ്മുടെ ശാരദയെ തൊഴുതിട്ട് വേണം വരാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ശാരദയെ തൊഴാൻ ഗുരു ശാരദാ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു അവിടെ വൈദിക മഠത്തിൽ വിശ്രമിക്കുമ്പോൾ എല്ലാവരും വരുമ്പം ഗുരു എല്ലാവരോടും പറയും, നമ്മുടെ ശാരദയെ തൊഴുതോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ പിന്നിൽ നിൽക്കുന്ന സഹോദരൻ കെ അയ്യപ്പൻ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ, കാരണം ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ ഇഷ്ടമാണ്, തൊഴണോ വേണ്ടയോ ഇല്ലോ എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളുള്ള ആഗ്രഹങ്ങൾ പറയാനിരിക്കും. അപ്പം നമ്മളും ചോദിക്കും, മറ്റുള്ളവർ തൊഴുന്നെങ്കിൽ തൊഴുതോട്ടെ, നമ്മൾ എന്തിനാണ് അവരെ ശല്യപ്പെടുത്തുന്നത് എന്ന് അയ്യപ്പന്റെ മനസ്സിൽ പുറകിൽ നിന്നൊരു ഗുരു എന്തിനാണ് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം? വരുന്ന ആളുകൾക്ക് തൊഴാൻ താല്പര്യമുള്ളവർ തൊഴത്തില്ല, തൊഴുതു പോകുന്നുള്ളൂ. ഗുരു എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് പലപ്പോഴും ചോദിക്കും. ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളെല്ലാം കേട്ടിട്ടില്ലേ. ഒന്ന് ശാരദയെ തൊഴുകയും ഭക്ഷണം കഴിച്ചോ എന്നാണ് ആളുകളോട് വരുന്നവരോട് ചോദിക്കുന്നത്. അങ്ങനെ സഹോദരന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോഴത്തേക്ക് ഗുരു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അയ്യപ്പൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സ്വാമി. കാരണം അങ്ങനെ ഒരിക്കലും ശിഷ്യന്മാർ പോലും ഗുരുവിനോട് ഒരു സർവ്വസ്വാതന്ത്ര്യത്തിലും ഒരു കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ആശാന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് ഗുരുവിന് മനസ്സിലായപ്പോൾ അത് തീർത്തു കൊടുക്കണമല്ലോ. അങ്ങനെ ശാരദ മഠത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗുരുവും അയ്യപ്പനും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് ഗുരു അകത്തോട്ട് ശാരദയെ നോക്കുന്നുണ്ട്, പറഞ്ഞിട്ട് നിന്റെ ശാരദയെ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. അപ്പോ അകത്ത് നിന്ന നമ്മൾ അത് കേട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും അയ്യപ്പന്റെ ഈ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഗുരു വിളിക്കുന്നത്. ശാരദ അവിടെ നിന്ന് എന്തോ എന്ന് വളരെ ഭക്തമാനസത്തോടു കൂടി, അല്ലെങ്കിൽ എങ്ങനെയാണോ അതിനെ ഉദ്ദേശിക്കാൻ നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് വിളി കേട്ടുന്നുണ്ട്. കാരണം ഒരു കരണ്ട് അടിക്കുന്ന പോലെയായി അയ്യപ്പൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ശാരദയുടെ ചൈതന്യം, ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയേണ്ടതും നമ്മുടെ കുട്ടികളിലേക്ക് ഒരു എല്ലാ അധ്യയന വർഷങ്ങളിലും നമ്മൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വർഷത്തിൽ 4-5 തവണ നമ്മുടെ കുട്ടികളെ ആ ശാരദാ മഠത്തിൽ ചെന്ന്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇതെന്താണെന്നും ആ ശാരദാ മന്ത്രാർച്ചന അവിടെ സ്വാമിമാരെ കണ്ടാൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. അവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് വേണം അടുത്ത വൈദിക മഠവും അതുപോലെ ഗുരുവിന്റെ ബാലഗണപതിയായിട്ട് സങ്കല്പിച്ചു വേണം. നമുക്കറിയാം എല്ലാ ക്ഷേത്രത്തിനും തൊട്ട് ചേർന്നുകൊണ്ട് ഗണപതിയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ബോധാനന്ദനെ തൊഴുതിട്ട് വേണം നമ്മൾ ഓരോ പടവുകളും കടന്നു ചെന്ന് അകന്ത സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ മഹാഗുരുവിനെ കാണുവാൻ എന്നാ പറഞ്ഞിട്ട്. നമുക്കറിയാം ശിവഗിരി ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിനെ കുറിച്ച് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികളെ, നമ്മൾ പുതിയൊരു തുടർക്കഥ പോലെ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിൽ കൃത്യമായിട്ട് ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. കാരണം അവനെ സംബന്ധിച്ച് ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ നമുക്കറിയാം. സ്കൂളിൽ പോകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ 1/4 ഭാഗം മാത്രമാണ് കിട്ടുന്നത്. കാരണം അധ്യാപകരും കുട്ടികളുമുള്ള സംവാദങ്ങളിൽ കൂടെ കിട്ടുന്ന കാര്യം ജീവിതത്തിന്റെ 1/4 ഭാഗം മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് അവന് രണ്ടാമത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അവന്റെ സുഹൃത്തുക്കളെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, മറ്റു നാട്ടുകാരെയൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു അറിവിന്റെ തലമാണ് അവന് കിട്ടുന്നത്. അത് 2ാമത്തെ ഭാഗമാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് അവൻ ചിലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും നെഗറ്റീവുകൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാനസികാവസ്ഥ അവന് കിട്ടണം. അതൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ആധ്യാത്മിക വിദ്യാഭ്യാസം കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ അവന് കിട്ടേണ്ടത് എന്താണ്? സ്വന്തം അനുഭവങ്ങളിൽ നിന്ന്. സ്വന്തം അനുഭവങ്ങൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഈ സ്വന്തം അനുഭവങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അറിവ് നമുക്കുണ്ടാകണം. ആ അറിവുണ്ടാകണമെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഗുരു അത് കൃത്യമായിട്ടുണ്ട്. അറിവുണ്ടാകാൻ നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള 4 തലങ്ങളിൽ കൂടെ വരുമ്പോഴേ ഒരു മനുഷ്യൻ ഒരു പരിപൂർണനാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ഇന്ന് നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ നീ എന്തിനാ പഠിക്കുന്നത്? പലപ്പോഴും കുട്ടികൾ പറയും എന്തിനാ പഠിക്കുന്നത്, എനിക്ക് പോലും അറിയത്തില്ല എന്ന് പലരും കുട്ടികളും ചോദിക്കുന്നുണ്ട്. വേറൊരുത്തം പറയാം നല്ല മാർക്ക് കിട്ടാനാണ്. നല്ല മാർക്ക് കിട്ടിയാലേ അടുത്ത തലത്തിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ജയിച്ചാലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ജയിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്കൊരു നല്ല ഉദ്യോഗം, നല്ലൊരു വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നല്ലൊരു ഉദ്യോഗം കിട്ടത്തുള്ളൂ. നല്ലൊരു ഉദ്യോഗം നമുക്ക് എന്ത് കിട്ടിയാലെന്ന് വെച്ചാൽ അവൻ അടുത്ത പറയുന്ന നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വിവാഹം കഴിക്കാം, അവന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന ഒരു വിവാഹം കഴിക്കാം. അത് കഴിഞ്ഞാൽ അവന് വിവാഹം കഴിക്കുന്ന കുട്ടികളുണ്ടായി അവസാനം ചത്തൊടുങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത്. കാരണം അവന്റെ സുഖങ്ങളിലേക്ക് മാത്രം,
ഗുരുവിന്റെ സ്വന്തം. കാരണം ഒരു പർണശാല കെട്ടി ഒതുങ്ങി കൂടുവാൻ ഭാരതത്തിന്റെ ഋഷിശാസ്ത്രന്മാർ ചെയ്തിരുന്ന പോലെ ഒരു പർണശാല കെട്ടി ഒതുങ്ങി കൂടുവാൻ മാത്രമാണ് ഗുരു ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഗുരുവിന് അങ്ങനെ നിൽക്കാൻ വേണ്ടി. പക്ഷെ അതല്ലല്ലോ ഗുരു കണ്ടത്. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു തട്ടി പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെ ആകട്ടെ കഷ്ടം ദീനം പിടിച്ചോ മധുരി അത് കുടിച്ചോ കിടക്കുന്ന ലോകർ ഉത്തിഷ്ടോ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നു ഇപ്പോൾ. കാരണം ഒരു ഗുരു പറയുന്നുണ്ട്, ഞാനൊരു സമുദ്രത്തിലേക്ക് ഇതിലേക്ക് മുങ്ങാൻ പോവുകയാണ്. ആ സമുദ്രത്തിലേക്ക് മുങ്ങുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്കായിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങ് മലയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങ് കന്യാകുമാരി കടലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അതിനപ്പുറം ഗുരുവിന്റെ മനസ്സിൽ നിന്ന് ഗുരു കണ്ടത് അന്ധതയുടെ ജീർണതയിൽ ആണ്ട് കിടന്ന ഒരു വലിയ സമൂഹത്തെ, മനുഷ്യനായി പിറന്നതിന്റെ പേരിൽ മൃഗതുല്യമായിട്ട് ജീവിതം അനുഭവിക്കേണ്ടി വന്ന കുറെ ആളുകളെയാണ് ഗുരു കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, ഇങ്ങനെ ഒരു ഗുരു സാധാരണക്കാരുടെ ഇടയിലേക്ക് ഭക്തരുടെയും അതുപോലെ ശിഷ്യരുടെയും സ്നേഹവാത്സല്യത്തിന് മാത്രം പാത്രീഭവനായുള്ള ഗുരുവിനെ നമുക്ക് വേറെങ്ങും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിനെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ധാരാളം കാര്യങ്ങൾ അറിവുള്ളവരും അറിവില്ലാത്തവരും ആ ആളുകളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴത്തേക്ക് കൂട്ടുകാരൻ നമ്മൾ സൗഹൃദത്തിന്റെ പേരിൽ ആ സൗഹൃദ വഴക്കുകൾ വലിയ വിഷയമായിട്ട് അങ്ങനെ കുട്ടികളെ അടിച്ചു കൊല്ലുന്ന ഒരു കാഴ്ച. നഞ്ചക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അടിച്ചു കൊല്ലുന്ന കാര്യം, സ്വന്തം കൂടപ്പുറപ്പായിട്ടുള്ള സഹോദരൻ അനിയനെ മർദ്ദിക്കുന്ന കാഴ്ച, അനിയനെ കൊല്ലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ആ ഉമ്മയെ കൊല്ലുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആരാണ് എന്താണെന്നുള്ള കാര്യം അവന്റെ മനസ്സിലേക്ക് ഒന്നും അറിയാൻ മേലാത്ത ഒരു ജീവിത രീതിയിലേക്ക് പോകുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള ഡോക്ടർ വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടറെ, ഒരു അധ്യാപകനാണ്, വിവരമില്ലാത്ത ആളുകളല്ല, ഒരു അധ്യാപകൻ മർദ്ദിച്ചു കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരു കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവം ഉമ്മയുടെ ദേഹത്തോട് ഒരു ലേഡി ഡോക്ടർ മയക്കുമരുന്നിന് അടിമപ്പെട്ട് തന്റെ ആൺ സുഹൃത്തുമായിട്ട് പോയിട്ട് ആ ഉമ്മയെ ഇടിച്ചു വീഴ്ത്തിയിട്ട് അത് മരിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് റിവേഴ്സിൽ വീണ്ടും അങ്ങനെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടല്ല, അറിവില്ലാത്തതിന്റെ കുറവാണ്. കാരണം അറിവും തിരിച്ചറിവും രണ്ടാണ്. ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെന്താ, കാരണം നമുക്കറിയാം ഒരു നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, അത് സെൻസും കൂടെ നമുക്ക് ഉണ്ടാകണം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഒരു പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഗുരുവിന്റെ ഒരു വിപ്ലവകാരി നിരീശ്വരവാദ്യമായിട്ടുള്ള ഒരാള് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് ഗുരു വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, കാരണം ഗുരു വിഗ്രഹം എന്ന് പ്രതിഷ്ഠിച്ചത് കല്ലല്ലേ, ഗുരു വിഗ്രഹം എന്ന് പ്രതിഷ്ഠിച്ച കല്ല, ഗുരു ഒന്നിനും തിരിച്ച് പരിഹസിക്കുന്ന രീതിയിലുള്ള മറ്റൊന്നും പറയരുത്, അനുയോജ്യമായിട്ടുള്ള മറുപടികൾ മാത്രമേ ഗുരു കൊടുക്കാറുള്ളൂ. വിഗ്രഹം എന്ന് പ്രതിഷ്ഠിച്ചത് കല്ലല്ലേ, അങ്ങ് നടന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നടന്ന് ആ സോപാനം എന്ന് ചവിട്ടിപ്പോയത് കല്ല് ചവിട്ടിയല്ലേ, തിരിച്ച് അങ്ങ് കാല് കഴുകിയത്, കാരണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോകാൻ കാല് കഴുകിയത് കല്ല് ചവിട്ടിയല്ലേ, ഇത് മൂന്നും കല്ലല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് തന്റെ ചോദ്യത്തിന് മറു ഉത്തരം കിട്ടില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ നിരീശ്വരവാദി വിപ്ലവകാരി ചോദിച്ചപ്പോൾ ഗുരു തിരിച്ച് മന്ദഹസിച്ചുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിച്ചുള്ളൂ, വീട്ടിൽ അമ്മയുണ്ടോ? ഉണ്ടല്ലോ. വീട്ടിൽ സഹോദരി ഉണ്ടോ? ഉണ്ടല്ലോ. വീട്ടിൽ ഭാര്യ ഉണ്ടോ? ഉണ്ടല്ലോ. ഇട്ട കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് മൂന്നും സ്ത്രീയല്ലേ? അത് സ്ത്രീ എന്നുള്ളതൊരു നോളജാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും സ്ത്രീകളുടെ ആളുകളെ കണ്ട എല്ലാവരും സ്ത്രീകളാണ്. പക്ഷേ അത് അമ്മയാണെന്നും അത് സഹോദരിയാണെന്നും ഭാര്യയാണെന്നുള്ളത് സെൻസാണ്. അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ വരുന്ന കുട്ടികൾ, നമുക്കറിയാം ഇന്ന് നമ്മുടെ പല കുട്ടികൾ, നമ്മളെല്ലാം വളർത്തുന്ന കുട്ടികളൊക്കെ ഇവർക്കെല്ലാം ഇവരുടെ മൈൻഡിലേക്ക് നോ എന്ന വാക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. അപ്പുറത്ത് എന്ത് മേടിച്ചാലും അതിനനുസരിച്ച് ഇപ്പുറത്ത് വാശി പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ ഇവൻ ഒരു തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു പേരൻസിന്, ഒരു അച്ഛന് അവന്റെ ബഡ്ജറ്റിൽ കഴിഞ്ഞുള്ള സാധനം മേടിക്കാൻ ആ കുട്ടി ആവശ്യപ്പെടുമ്പോൾ, ആ കുട്ടി ആവശ്യപ്പെടുമ്പോൾ അത് നോ എന്ന് പറയുമ്പോൾ, അത് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവന്റെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവന്റെ ബ്രെയിൻ പഠിച്ചിരിക്കുന്നത് യെസ് 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 എന്ന് മാത്രമേ, എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ അവന്റെ ആ ബോധ മനസ്സ് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വരികയും, നമ്മൾ ഈ പറഞ്ഞ പോലെ അവൻ അത് മേടിക്കാൻ എന്തൊക്കെ സാഹസം കാണിക്കാവൂ ആ സാഹസത്തിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ പേരൻസ് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല? ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ
നമുക്ക് കൊണ്ടെത്തിച്ചു കഴിയാൻ കഴിയുന്നില്ല. ഈ ലോകത്തിലെ എല്ലാരും കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു ആരാണ്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്ന അമ്മയാണ്. നമുക്കറിയാം അച്ഛന് പിന്നെയാണ് സ്ഥാനം വരുന്നത്. നമ്മുടെ മക്കളെ ഈ അമ്മ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും റോൾ മോഡലായിട്ട് വരുന്ന അമ്മ. ഈ അമ്മയ്ക്ക് എന്തുകൊണ്ട് മക്കളെ, കാരണം ഞാനിത് പറയുന്നതെന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ കുട്ടികളും ഉണ്ടാകുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് അവര് ഭീകരവാദികളായിട്ടല്ല, അവര് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളായിട്ടല്ല, അവരെല്ലാം ദൈവപുത്രന്മാരായിട്ടാണ്. അവരെല്ലാം ദൈവപുത്രന്മാരായിട്ടാണ് വരുന്നത്. നമുക്കറിയാം. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛനമ്മമാരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ അച്ഛനമ്മമാർ അമ്മയുടെ ഉദരത്തിൽ കിടന്ന കുട്ടിയെ സ്നേഹിച്ചതാണ്. കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ബാക്കിയുള്ള ഒരു കുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പൊ എത്രമാത്രം ഉണ്ടെന്നറിയാം. അപ്പൊ അവരെല്ലാം ദൈവപുത്രന്മാരായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അവർ ഡൈവേർട്ട് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സ്വയമേ നമ്മുടെ ഹൃദയത്തിലേക്ക് വരെ ചൂണ്ടേണ്ട കാര്യമാണ്. കാരണം അവരുടെ ഒപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അവരോടൊത്ത് നമുക്ക് അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയാൻ നമുക്ക് എന്നില്ല. ജീവിതത്തിൽ അവർ പറയുന്നതിന് എല്ലാം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യാവസ്ഥയാണ്. ബാല്യത്തിൽ ഏത് അവസ്ഥ പറയാനും കുട്ടികൾക്ക് മനസ്സിൽ കൊള്ളത്തില്ല. പക്ഷെ കൗമാരത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ആ കൗമാര അവസ്ഥയിലേക്ക് ഇതുപോലുള്ള ഗുരുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. എത്ര കുട്ടികളെ നമ്മുടെ വിവാര പാഠശാലയിലേക്ക് വിടുന്നുണ്ട്. ഇതുപോലെ മാതൃപൂജകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാതൃപൂജ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയല്ലോ, ലോകത്തിലെ ആദ്യത്തെ ഗുരു അമ്മയാണ്. ഈ അമ്മ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മ എന്താണെന്ന് കുട്ടികൾക്ക് ആർക്കും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനോ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനോ കഴിയുന്നില്ല. അത് അമ്മ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം അമ്മയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പിണ്ടനന്ദി എന്ന കൃത്യം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പിണ്ടനന്ദിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ ആത്യന്തികമായിട്ടുള്ള പൊരുളുകൾ നമ്മൾ മനസ്സിലാക്കി കിട്ടുമ്പോഴത്തേക്ക് നമുക്കതിനെ കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം അതിനപ്പുറം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കുട്ടി ജനിച്ച് വീണ് അത് വരുമ്പോഴത്തേക്കും അത് കരയുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന്, അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരുപക്ഷെ അച്ഛന് മനസ്സിലാകത്തില്ല. അതിന്റെ സംസാരിച്ചല്ല പറയുന്നത് എനിക്ക് പാല് വേണം, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ പെറ്റ അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്റെ കുട്ടിക്ക് എന്താണ് വേണം. അമ്മ ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് എന്താണെന്ന് ആവശ്യമെന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അത് അച്ഛൻ ഒരുപക്ഷെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയണം. കാരണം ഗുരുവിന്റെ ഗോലധീരേശ സ്തവം എന്ന കൃതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ ഒരു ഭഗവാൻ ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താ? മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിങ് നിരന്തർധ്വനിയാണ് എന്റെ പുലമ്പൽ ആനന്ദനമാമെങ്കിലും അംബാസം എന്നൻ പോലിങ് അല്ലെ നിർത്തരും. എനിക്ക് നിങ്ങൾ ചെല്ലുന്ന പോലെ എത്ര ഈണത്തിലൊന്നും അറിയില്ല. പക്ഷെ ആ കൃതി കൃത്യമായിട്ട് ഗുരു പറയുന്നുണ്ടായിരുന്നു. ഒരു എന്താ അമ്മയോട് ആവശ്യപ്പെടുന്ന, കാരണം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിതാണ്. കാരണം എന്താണ് കുട്ടി ആവശ്യപ്പെടുന്ന ആ കരച്ചിലിൽ ഉണ്ട്. അപ്പൊ ആ അമ്മ എന്താണ് കുട്ടിക്ക് വേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുന്നു എന്നാണ് കൃതി പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ഭക്തൻ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലാം. നമ്മറിയാലോ, ശിവഗിരിയിൽ നമ്മൾ പോകുമ്പോൾ വലിയ ഭാണ്ഡക്കെട്ടുകളായിട്ടൊക്കെ നമ്മൾ പോകുന്നത്, മനസ്സിൽ വലിയ ഭാണ്ഡക്കെട്ട് നിറച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഭഗവാനോട് ഇതെല്ലാം പറയണം. മകന്റെ പ്രശ്നങ്ങള്, അമ്മയുടെ ഭർത്താവിന്റെ വിഷയങ്ങൾ, മക്കളുടെ മറ്റു വിഷയങ്ങൾ എല്ലാം നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഓരോ പടികളും നമ്മൾ കടന്ന് അങ്ങ് പരബ്രഹ്മ സ്വരൂപത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭഗവാന്റെ മുന്നിലേക്ക് നമ്മളൊന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയ ഭാണ്ഡക്കെട്ടുകളൊക്കെ എതിലേ പോയെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം പോയി. അതാണ് പറഞ്ഞത്, ഭഗവാനും ഭക്തനും അല്ലെ മാലണ്ട് തുരപ്പാൻ കഴിവില്ല. നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് കൃത്യമായിട്ട് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും. അത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി വെച്ച് നമുക്ക് കൃത്യമായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ശിവഗിരിയിൽ നമ്മുടെ അത് നമ്മളല്ല തിരക്കില്ലാത്ത സമയത്തുമൊക്കെ ശിവഗിരിയിൽ ഒരു വർഷത്തെ 4, 5 തവണയൊക്കെ നമുക്ക് പോകാൻ പറ്റുകയും നമുക്ക് മക്കളെ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ആ കൊണ്ടുപോകുമ്പോൾ ഞാൻ കൃത്യം പറഞ്ഞ പോലെ എന്താണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. നാഗമ്പടത്ത് കുട്ടികളെ വരുമ്പോഴത്തേക്ക് അവിടെ നിർത്തി പഠിപ്പിക്കണം. അതെന്താണ് നാഗമ്പടത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. അല്ല നമ്മളിപ്പം ശാരദോത്സവം നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് നടത്താം. പക്ഷെ അത് കൃത്യമായിട്ട് നടത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത്
ആ തേന്മാവിൻ ചൂട്ടിലാണ്. അപ്പൊ അതിന്റെ പവിത്രത എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് വേണം ആ ചർച്ചകൾ നമുക്ക് പോകുവാൻ. എന്ന് പറഞ്ഞ പോലെ ഇത് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മുടെ തലങ്ങളിലേക്ക് പോകണില്ലേ, നമ്മുടെ മക്കളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് പോകണം. അതെന്താന്ന് ഞാൻ പറഞ്ഞാല്, ഇന്ന് നമുക്ക് അറിയാൻ പറ്റും ശങ്കരാചാര്യര്. കാരണം ശങ്കരാചാര്യരുടെ അമ്മ, നമുക്ക് ജ്ഞാനസിദ്ധി നേടിയ ആളുകളൊക്കെ നമ്മുടെ സത്യവ്രത സ്വാമികളൊക്കെ അമ്മ എപ്പോഴാണോ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടുകൊള്ളാം, അങ്ങനെ ഉള്ള കഴിവുള്ള ആളുകളുണ്ട്. അമ്മ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത്. കാരണം ഈ ശങ്കരാചാര്യ തന്റെ ചെറുപ്പത്തിൽ തന്നെ പോയത് എട്ടാമത്തെ വയസ്സ് വീട് വിട്ടു പോയ ആളാണ് ശങ്കരാചാര്യർ. 13ാമത്തെ വയസ്സിലാണ് ബ്രഹ്മസൂത്രം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഭാഷ്യം, അദ്വൈതത്തിനൊക്കെ ഭാഷ്യം രചിച്ചുകൊണ്ട് അദ്ദേഹം വലിയ പണ്ഡിതനായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ ഈ അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നോളാം എന്ന് പറയുമ്പോൾ, അമ്മ ശയ്യാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, അമ്മ മരണത്തിൽ അകപ്പെടുന്ന സമയത്ത് ഈ മകൻ തിരിച്ചറിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയാൽ എന്താണ് മകനെ നീ എനിക്ക് തരിക എന്ന് ചോദിക്കുമ്പോൾ, ഈ ശങ്കരാചാര്യർ തന്റെ ശ്ലോകത്തിൽ കൂടെ കൃത്യമായിട്ട് അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് എണ്ണി ചോദിക്കുകയാണ്. അതാണ് നമ്മുടെ പിണ്ടനന്ദിയിലും ഗുരു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയുടെ ഉദരത്തിൽ ഞാൻ കിടന്നപ്പോൾ, പ്രസവത്തിന് മുന്നേ നമുക്കറിയാലോ, ഒരു പ്രസവം നടക്കുമ്പോൾ, ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അമ്മയ്ക്ക് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും കൃത്യമായിട്ട് അറിയാം. അത് ഗുരു ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കാണ് മനസ്സിലാകാത്തതുകൊണ്ടാണ് പിന്നെ പുരുഷനെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കാരണം ആ ഒരു തന്റെ എല്ലാ അസ്ഥികളും പൊടിഞ്ഞു പോകുന്ന ഒരു വേദനയോട് കൂടിയാണ് അമ്മ മകനെ പ്രസവിക്കുന്നത്. ആ പ്രസവത്തിന് മുൻപ് 9 മാസവും 9 നാഴി 9 വിനാഴിയൊക്കെ ആയിട്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ, ആ കിടക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച വേദനകള് ശങ്കരാചാര്യ എണ്ണി പറയുകയാണ്. കാരണം അമ്മ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ചെരിഞ്ഞു കിടക്കാൻ പറ്റുമായിരുന്നോ? അമ്മയ്ക്ക് നല്ലപോലെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നോ? അമ്മയ്ക്ക് നല്ല ഭക്ഷണങ്ങൾ, നമുക്കറിയാലോ 3 മാസം ആക്കുമ്പോൾ ഛർദ്ദിലാണ്, അപ്പൊ നമ്മയ്ക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയുമായിരുന്നോ? അങ്ങനെ പ്രസവത്തിന് മുൻപുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ശങ്കരാചാര്യർ കൃത്യമായിട്ട് എണ്ണി ചോദിക്കുന്ന ഒരു ശ്ലോകമാണ്. ഒരു നന്ദി പറയുകയാണ് അമ്മയോട്. കാരണം ഇത്രയേറെ അനുഭവിച്ചതിനെ കുറിച്ച് ഒരു മക്കൾക്കും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ പ്രസവിക്കുന്നതിന് മുന്നേ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രസവിച്ച സമയത്ത് അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രസവത്തിന് ശേഷം നമുക്കറിയാലോ, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ മലമൂത്രങ്ങളെ ശരിയായിട്ട് അമ്മ ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ പോലും ഞാൻ ഉപേക്ഷിക്കുന്ന ആ മലമൂത്രങ്ങൾ പോലും അമ്മ ശരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അമ്മയോട് എണ്ണി പറയുമ്പോൾ, അങ്ങനെ ആ മകന്റെ ആ നന്ദി പറച്ചിൽ കേട്ടുകൊണ്ടാണ് ആര്യാമ്പ കണ്ണടച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഏതെങ്കിലും പാഠപുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ? ഇന്നത്തെ ഒരു പാഠപുസ്തകത്തിന് നമുക്കിത് കാണാൻ കഴിയില്ല. A+B²A²+B²+2AB എന്ന് പഠിപ്പിക്കുന്നിടത്ത് അമ്മ ആരാണെന്ന് അല്ലെങ്കിൽ അറിവ് എന്താണെന്ന് പറയാം. അമ്മയെ തിരിച്ചറിയാൻ ജ്ഞാനത്തിന്റെ വേറൊരു സ്നേഹം ഇതാണ് വേണ്ടത്. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് അനാഥ മന്ദിരങ്ങളും അതുപോലെ വൃദ്ധസദനങ്ങളും ഉയർന്നു വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്ന് അമ്മമാരെ അച്ഛനെ ആട്ടി പുറത്താക്കുന്നവർ, വിവരം ഇല്ലാത്തവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാണ് നമ്മൾ ധരിക്കേണ്ടത്. അവരൊക്കെ വലിയ ബഹുമതികളെ, അക്ഷരക്കൂട്ടങ്ങളെ പേരിന് അകമ്പടിയായിട്ട് ചേർത്ത് വെച്ച് ഈ ലോക കുമ്പാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെന്നുള്ളത്. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ട ആരോടാണെന്ന്. അപ്പൊ ആ ഗുരു പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയോട്. രണ്ടാമതും ചോദിക്കുമ്പോൾ, നീ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി രണ്ടാമതും പറയുന്ന അമ്മയോട്. മൂന്നാമതും അമ്മയും, നാലാമത് മാത്രമാണ് അങ്ങനെ. 3 വട്ടം മാതാവും 4മത് മാത്രം അച്ഛനും ചേർന്ന് വരുന്ന വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃത്തത്തിന്റെ പേരാണ് അമ്മ. നമ്മുടെ മക്കളെ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്നില്ല? കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ഒരു കുഞ്ഞ് ജന്മം പ്രാപിച്ച് കുഞ്ഞിന്റെ ചുണ്ടിൽ ആദ്യത്തെ ദാഹം വൈദ്യുത തരംഗം നമ്മുടെയൊക്കെ ചുണ്ടിൽ വന്നിട്ടുണ്ട്. വൈദ്യുതി ദാഹം പോലെ, തരംഗം പോലെ കടന്നു വരുമ്പോൾ ആ കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് വെച്ച്, തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കുഞ്ഞിന്റെ ചുണ്ടിൽ ആദ്യത്തെ ആ അമൃത് കൊടുക്കുമ്പോൾ അമ്മയുടെ എല്ലാ സരാഗേന്ദ്രങ്ങളും ഒന്നിച്ചു പാടുന്ന ഒരു ഗാനമുണ്ട്, നീ അമ്മയാണ്, നീ അമ്മയാണ്. ഈ ലോകത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത, ഏറ്റവും വലിയ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മൂവ്മെന്റ് ഓഫ് ഹ്യൂമൻ, മാനവ ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കലാമുഹൂർത്തം എന്ന് നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ കഴിയണം. ഇത് നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇന്ന് അമ്മയുടെ ഉദരത്തിൽ 9 മാസം കിടക്കുന്ന സമയത്ത്
ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അല്ലെങ്കിൽ അമ്മ നിനക്ക് എങ്ങനെയാണ് ആ 9.5 മാസമുള്ള ഊർജം, കാരണം 4, 3, 2 ഒരു പിണ്ട രൂപത്തിലേക്ക് വരുമ്പോൾ അതിന് ചൈതന്യം കൂടെ കൂടിച്ചേരുമ്പോഴാണ് ജീവ സ്വരൂപത്തിലേക്ക് വരുന്നത്. അങ്ങനെ അത് ബോധസത്യത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക്, ആ ബോധസത്യത്തിലേക്ക് ആ 9 മാസത്തോളം വരുമ്പോഴത്തേക്ക് അതിനു വേണ്ട ഊർജം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമല്ലേ? ഒരു കേബിൾ വയർ ഇട്ട് കൊടുത്തിട്ടില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് അമ്മയുടെ പൊക്കിൾ പൊടിയിൽ നിന്ന് ഒരു കേബിൾ വയർ മകന്റെ പൊക്കിൾ പൊടിയിലേക്ക് കൊടുത്തിരിക്കുക. കാരണം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലാം ആ ഊർജം കിട്ടുന്ന അതുവഴി ഊർജം അവനിലേക്ക് കിട്ടി എന്നുള്ള സത്യത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? കാരണം അച്ഛന്റെ മുദ്ര പോലും മാറ്റാൻ പറ്റുമെങ്കിൽ പോലും അമ്മയുടെ മുദ്ര ഒരിക്കലും മാറ്റാം. അതാണ് ഇന്നറിയ പൊക്കിൾപ്പൊടി ബന്ധം എന്ന് സൂചിപ്പിക്കുന്നതിന്റെ കാര്യം. അത് ചുമ്മാ സൂചിപ്പിക്കുന്നതല്ല. കാരണം അമ്മയെ ആട്ടിപ്പുറത്താക്കുന്നതിന്, അമ്മയുടെ നേരെ കൈവെക്കുന്നതിന്, കാല് വെക്കുന്നതിന്റെ ഒക്കെ മാറത്തിരുന്ന് ആ മുദ്ര തേങ്ങണം. കാരണം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള അങ്ങനെ പറഞ്ഞു കൊടുപ്പിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് കളിപ്പാട്ടങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ എന്ത് നല്ല വിലയല്ലേ? അല്ലെ? ധാരാളം വിലയുണ്ട്. കാരണം കളിപ്പാട്ടം നമ്മളൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം മേടിക്കുന്നതല്ലേ. പക്ഷെ ഇന്ന് ആ മകളെ ഉണ്ടാക്കിയ അച്ഛനമ്മമാർക്കൊക്കെ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ചിന്തകളാണ് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് നമ്മുടെ പേരൻസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ചെറുപ്പം മുതലേ കുട്ടികളെ. ഇപ്പം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അവിടെ ശാരദാ ഉത്സവം നടക്കുന്നു, അവിടെ മന്ത്രം, എന്റെ ശാഖ നടത്തുന്നില്ലേ? എന്റെ ശാഖയിൽ ഇതൊക്കെ ഇപ്പൊ നടത്താം. എല്ലാ ശാഖകളിലൊക്കെ ഇതൊക്കെ നടത്തും. മാതൃപൂജ എല്ലാ ശാഖകളിലും നടത്തില്ല. മാതൃപൂജ കൃത്യമായിട്ട് അത് നടത്തി, കൃത്യമായിട്ട് മാതൃത്വത്തിന്റെ രൂപം എന്താണെന്നും അത് അമ്മയെ ഒരു ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് മാതൃപൂജ ചെയ്യുന്നത്. അല്ലെ ചുമ്മാ അമ്മയായിട്ടല്ല. കാരണം അമ്മയെ വലിയൊരു ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മക്കളുടെ മുന്നേ, മക്കൾ താഴെ ഇരുന്നു കൊണ്ട്, അമ്മയെ കസേരയിൽ ഇരുത്തിക്കൊണ്ട്, അമ്മയുടെ പാദകേസരങ്ങളിലേക്ക് അവിടെ നമ്മൾ വെള്ളം തളിച്ചുകൊണ്ട്, അവിടെ പുഷ്പങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ട്, അമ്മയെ ദൈവത്തിന് തുല്യമായിട്ട് കണ്ടുകൊണ്ട്, അമ്മയെ ഒരു ദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മാല അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് മാതൃപൂജ എന്ന് പറയുന്നത്. കാരണം അവനിൽ നിന്ന് കിട്ടേണ്ട ആ സന്ദേശം അത് വലുതാണ്. ഇതിന്റെ പ്രാധാന്യം എന്ന് എന്റെ അമ്മ അനുഭവിച്ച ഒരു കാര്യം എന്താണ് എന്നുള്ളത്. കാരണം അമ്മ ദേവിയുടെ അനുഗ്രഹം, ദേവതയുടെ അനുഗ്രഹം ആ കുട്ടിയുടെ തലയിൽ കൈവയ്ക്കുമ്പോഴാണ് അവിടെ അതിന്റെ പൂർണ്ണത എത്തുന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരം, ഭാരതത്തിന്റെ ഉള്ള സംസ്കാരം ഉണ്ട് എന്നുള്ളതാണ്. അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നുള്ള ഒരു സംസ്കാരം നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതായിരിക്കും ജീവിതത്തിൽ അത്യന്താപേക്ഷിതം. കാരണം അതിനപ്പുറമുള്ള വിദ്യാഭ്യാസം അവന് കിട്ടിയാൽ മതി. കാരണം അതിനപ്പുറമായിട്ടുള്ള വിദ്യാഭ്യാസം പോകുമ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ വൃദ്ധസദനങ്ങളിലേക്ക് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മളൊക്കെ മാറ്റപ്പെടേണ്ട ആളുകളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ല ജോലികൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ. ഇങ്ങനെയുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം അവന് കിട്ടുമ്പോൾ മാത്രമാണ് ജീവിതത്തിന്റെ പരിപൂർണത നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു മകളായിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാം? വീട്ടിൽ നമുക്കുണ്ടായാൽ മാത്രം വരാം. അവിടെ സ്നേഹം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമുക്കതൊരു പ്രൈം ടൈം ഇല്ല ജീവിതത്തിൽ. നമ്മുടെയൊക്കെ പ്രൈം ടൈം, ഞാൻ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല പ്രൈം ടൈം നമ്മുടെ ജീവിതത്തിൽ. കാരണം ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നു, ഭാര്യ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞു, മക്കള് സ്കൂളിൽ പോയിട്ട് വന്നിരുന്ന് കഴിയുമ്പോൾ, അച്ഛനാണേലും അമ്മയാണേലും ജോലിക്ക് പോയിട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വാതില്, ആ ജോലിയുടെ വാതിലുകൾ അവിടെ നിന്ന് പൂട്ടിയിടണം. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ മക്കളെ കൂടെ ഇരുത്തിക്കൊണ്ട്, ഇന്ന് സ്കൂളിൽ നടന്ന വിഷയങ്ങൾ എന്താണ്, നീ നാമം ചെല്ലിയോ, നീ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ നീ പ്രാർത്ഥന എന്തുകൊണ്ട് ചെല്ലിയിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുവാനും, സ്കൂളിൽ പോയിട്ട് വന്ന കാര്യങ്ങളെ കുറിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് വന്നിട്ട് അവനിൽ നിന്ന് അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാല് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം. അത് നമുക്കറിയാം. ഇന്ന് എല്ലായിടത്തും ഈ സമയത്ത് നമുക്ക് ഈ പ്രൈം ടൈമിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ ഉല്ലാസപരമായിട്ടുള്ള സമയം കിട്ടുന്നതിനെയാണ് നമ്മുടെ പ്രൈം ടൈം എന്ന് നമ്മൾ പറയുന്നത്. കാരണം വീട്ടിൽ എല്ലാവരും ഇരിക്കുന്ന സമയം നമുക്കറിയാലോ. നമ്മൾ 2 സമയമാണ് വീട്ടിൽ ഒന്നിച്ചിരിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥനയുടെ സമയത്ത്, 2 നമ്മൾ ഭക്ഷണത്തിന്റെ സമയത്ത്. ഈ 2 സമയം പലപ്പോഴും നമ്മൾ ഒന്നിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. മക്കളെ എത്ര കുട്ടികളെ നമ്മളെ അമ്മമാര് വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഇരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് കാരണം അവൻ +1 +2 എന്ത് തന്നെ ആയിക്കോട്ടെ, അവൻ ആ തരത്തിലേക്ക് കൊണ്ടാണ്. അവൻ ഇനി ഹയർ എഡ്യൂക്കേഷൻ പോയിക്കോട്ടെ, ഗുരുവിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അവന്റെ റൂമിൽ
നമ്മളായിരിക്കുമല്ലോ റൂം സെലക്ട് ചെയ്ത് വെക്കുന്നത്. ആ റൂമിൽ കൊണ്ട് അവന്റെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു. കാരണം അവന്റെ മനസ്സിൽ എവിടെ പോയാലും ആ ഗുരുവിന്റെ മുഖം ഉണ്ടാകണം, ഗുരുവിന്റെ ദർശനം അവന്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അത് നേരായ വഴികാട്ട് ആശാൻ പറഞ്ഞല്ലേ, നേരാം വഴി കാട്ടിത്തരുന്ന ഈ ഗുരുവല്ലാതൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള വലിയൊരു സന്ദേശം അവന്റെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കാൻ കഴിയണം. അവന്റെ തലച്ചോറിൽ അത് എപ്പോഴും മുഴുങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ അവൻ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഈ പ്രൈം ടൈം നമ്മൾ എടുക്കാതെ വരുമ്പോൾ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇവിടുത്തെ ഏഷ്യാനെറ്റുകാർക്ക്, ഇവിടുത്തെ സൂര്യ ടിവിക്കാർക്ക്. നമ്മളൊന്ന് ആലോചിച്ച്, ഇപ്പൊ നിങ്ങൾ ടി വി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്ലൈമാക്സ് ഉള്ള, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല കഥ ഉള്ള, ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയ ഒരു കഥയല്ല, അങ്ങനെയുള്ള ഒരു സീരിയലായിരിക്കും ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുന്നത്. ഇത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. വല്യമ്മമാരൊക്കെ പ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അല്പസമയമൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാം. ഇതിനപ്പുറമായിട്ട് നമ്മുടെ മക്കളെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ, ആ സംസ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പാടില്ല. കാരണം എന്നിട്ട് അതിൽ നിന്നൊരു നല്ല സന്ദേശം പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന്. ഇത് കൃത്യമായിട്ട് ചാനലുകാർക്ക് അറിയാവുന്ന കൊണ്ടാണ് അവർ 7 മണിക്കും 7:30 മണിക്കും 8 മണിക്കും ഒക്കെ, നിങ്ങൾ നോക്കി 7:30 ഏഷ്യാനെറ്റിലോ സൂര്യ ടിവിയിലോ ഒരു വാർത്ത നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് വീണ്ടും കൂടുതൽ ആളുകളെ കാണുന്നതും അത് ക്ലൈമാക്സ് ആയിട്ട് അവസാനം കൊണ്ട് നിർത്തുന്നതും നാളുകളിൽ നമ്മുടെ മനസ്സ് ആ ഒരു ദിവസം പിന്നെയും നാളെ അവിടെ എന്താണ് സംഭവിച്ചത്, അതാണ് അവർക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ അവരുടെ സ്ലോട്ടുകൾ വിൽക്കുന്ന, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന ചാനലുകളായിട്ട് ഇത് മാറുന്നതിന്റെ പ്രശ്നം. കാരണം നമ്മുടെ പ്രൈം നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ ആ പ്രൈം ടൈം അവരെടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് മാത്രമാണ് ഇത്. ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം സുഖ ദുഃഖ സമ്മിശ്രങ്ങളുടെ കേന്ദ്രമാണ്. അത് നമ്മുടെ മക്കളെ പറയുന്നത് ഫാമിലി. നമുക്കറിയാം ഫാമിലി എന്ന് പറയുന്ന വാക്കിനർത്ഥം ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാണ് പറയേണ്ടത്. എത്ര വീട്ടിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്? എത്ര ഭാര്യമാരും ഭർത്താക്കന്മാരും പകലുകൾ ഒന്നിച്ചിരിക്കാൻ പേടിയാണ് അവർക്ക്. കാരണം ഇത് മക്കള് അച്ഛനും അമ്മയോടും പറയേണ്ട വാക്കാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. ഇത് മക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. കാരണം അവരുടെ മുന്നിൽ നമ്മൾ സ്വകാര്യത മാത്രമായിട്ട് അവരെ മാറ്റുന്ന ഭാര്യ ഭർത്തൃ ബന്ധം എന്ന രീതിയിലാക്കുമ്പോഴാണ് അത് വരുന്നത്. കാരണം ആ മക്കള് അച്ഛനും അമ്മയോട് ഐ ലവ് യു പറയണം. അതാണ് ഐ ലവ് യു എന്ന് അർത്ഥം എന്ന് പറയണത്. അല്ലാതെ ഒരു ആൺകുട്ടി പെൺകുട്ടിയോടും പെൺകുട്ടി ആൺകുട്ടിയോടും പറയുന്നതല്ല ഐ ലവ് യു. കാരണം ഇത് നമ്മുടെ മക്കളേതോ നമ്മൾ പറയുമ്പോഴും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ആ വാക്കിന്റെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാകുകയും അത് ജീവിതത്തിൽ മറ്റൊരു സ്ഥലത്തിലേക്കും ചെല്ലുകയും നമ്മൾ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിത രീതിയും ജീവിത സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ളപ്പോൾ സ്വന്തമായിട്ട് മാർത്തോമാ സഭയുടെ തിയോഡിയസ് തിരുമേനി പറഞ്ഞത്, സ്വന്തമായിട്ട് ഒരു സൂര്യൻ നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മിന്നാമിനിങ്ങിന്റെ പോകുന്നത്? ആ മിന്നാമിനിങ്ങിന്റെ വെളിച്ചമാണോ നമുക്ക് വേണ്ടത്? ഇത് നമ്മുടെ ഹൃദയത്തിൽ നമുക്കിരിക്കുക. കാരണം ഒരു മനുഷ്യന് വേണ്ട മുഴുവൻ കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ശിവഗിരി ഇവിടെ അരീപ്പുറത്ത് ഒരു ശിവയെ തലോടിയപ്പോൾ അത് ശിവനായി മാറുന്നതുകൊണ്ട് ആ സഗുണ ആരാധനാ സമ്പ്രദായത്തിൽ നിർഗുണ ആരാധനാ സമ്പ്രദായത്തിലേക്ക് നമ്മളെ പിടിച്ചെത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കൊണ്ട് നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്ന ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഗുരുദേവ കൃതികൾ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഗുരുവിന്റെ സന്യാസ ശിഷ്യന്മാരും ഗുരുവിന്റെ രഹസ്യ ശിഷ്യന്മാരും ഗുരുവിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. മറ്റുള്ളവര് ഈ പറഞ്ഞ പോലുള്ള സുകുമാര അഴിക്കോട് ഗുരുവിനെ കുറിച്ച് പറയാൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം സുകുമാര അഴിക്കോട് ഗുരുവിന്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഞാനിപ്പോ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള പല വിചാരങ്ങളും ചിന്തകളും അതിൻ്റെ അകത്ത് പലപ്പോഴും ഇടും. ഞാൻ മറ്റു പുസ്തകങ്ങൾ വായിച്ചിട്ട് ഗുരുവിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയും. ഗുരുവിന് എവിടെയെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ഗുരുവിന്റെ ദുഃഖം വായിച്ചിട്ട് മറ്റേ ആളുകളെടുക്കുക. അപ്പം ഗുരുവിനെ അനുഭവിച്ചറിയാൻ ഗുരു തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഗുരുവിന്റെ ജീവിതം തന്നിട്ടുണ്ട്, ഗുരുവിന്റെ കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കൃതികളും നമുക്കറിയാം എല്ലാവർക്കൊന്നും കഴിയുന്നില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കൂടെയൊക്കെ നമുക്കൊന്ന് സഞ്ചരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുള്ള വഴിയാക്കി നമുക്കറിയാം, നമ്മൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു പ്രൊഫസർ നമ്മളോട് ചോദിക്കുക എന്തിനാണ് അംഗനവാടി വേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അല്ലേ? കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അംഗനവാടിയുടെ ആവശ്യമില്ല, കാരണം അദ്ദേഹം പ്രൊഫസറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് അംഗനവാടി പോകണം, LKG പോകണം, UKG പോകണം, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവന് പോകേണ്ടതുണ്ട്. അപ്പൊ ആ ഘട്ടം പോകാനായിട്ട് ഗുരു നമ്മളെ ഓരോ കാര്യങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ശാഖയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ശരിക്കും പറയാൻ നമ്മളെല്ലാം പഠിതാക്കളാണ്. അതിന്റെ പ്രാധാന്യം നമുക്കറിയണം. അപ്പൊ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് അവരെ കൊണ്ടുവരുവാനും ആ ശാരദാ മന്ത്രാർച്ചനയിൽ പങ്കെടുപ്പിക്കുവാനും
അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവിടെ ബിപിൻ ഷാന്റെ മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുകയാണ്. പിന്നെ അതിന്റെ പ്രാധാന്യം നമ്മുടെ ശാഖകളിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഗുരുവിന്റെ നാമധേയത്തിൽ കിട്ടുന്ന ഒരു ബുക്കാണെങ്കിൽ ആ ഒരു ബുക്കിന് അതിന്റെ പവിത്രത ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെയുള്ള ഒരു തലങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ ഒരു അറിവ് നമ്മളെ കൊണ്ടെത്തിക്കാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അത് ഗുരുവിനെ അനുഭവിച്ചറിഞ്ഞ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ഗുരുവിന്റെ ചരിത്ര താളുകളിൽ കൂടെ നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ പ്രാവർത്തിക തലത്തിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുള്ളത്. ഒരു കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുക. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ റോൾ മോഡലുകളൊക്കെ നമ്മുടെ അമ്മമാരാണ് എന്ന് പറഞ്ഞത്. കാരണം അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയായിട്ട് കുന്തി ദേവിയും അപ്പറെ നമുക്ക് അറിയാം ഗാന്ധാരി നിൽക്കുന്നു. രണ്ട് യുദ്ധങ്ങൾ അവിടെ നടന്നു. നമുക്ക് രണ്ട് അമ്മമാരാണ്. ധർമ്മത്തിന്റെ പക്ഷവും അധർമ്മത്തിന്റെ പക്ഷവും. ആ ധർമ്മത്തില് തന്റെ 101 മക്കളെയും നഷ്ടപ്പെട്ട ആ ഗാന്ധാരി ആ കുരുക്ഷേത്ര ഭൂമി വെച്ച് തന്റെ അന്ന് വരെ ഭർത്താവിന്റെ കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞപ്പോ ആ ആജ്ഞ ശിരസാവഹിച്ച ഗാന്ധാരി തന്റെ കണ്ണുകൾ ഇരിക്കുമ്പോൾ തന്റെ എല്ലാ മക്കളും ഈ മരണത്തിന് കീഴണി കിടക്കുമ്പോൾ കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഈ കുലത്തിൽപ്പെട്ട ഒരാളെങ്കിലും വളരെ ദേഷ്യത്തോട് ചോദിക്കുവാണ്, നീ ഈശ്വരനൊക്കെയാണെന്നല്ല പറയുന്നത്, എന്റെ കുലത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും എനിക്ക് അന്ത്യകർമ്മത്തിന് വേണ്ടിയെങ്കിലും ഇടാൻ മേലാരെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ഒരു മറുപടി ഈ ജീവിതത്തിൽ നമുക്കെല്ലാം ഒരു പാഠമായിരിക്കേണ്ട കാര്യമാണ്. കാരണം ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഏത് ഈശ്വരനാണ് തന്റെ ആ മക്കളെ നിലനിർത്താൻ കഴിയുന്നത്? വലിയൊരു ചോദ്യം. കാരണം ഞാൻ പറഞ്ഞത് എല്ലാവരും ദൈവപുത്രന്മാരായിട്ടാണ് ജീവിച്ചു വരുന്നത്. അവരുടെ സാഹചര്യങ്ങൾ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും പല കുട്ടികൾക്ക് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവര് നമ്മളോട് പറയാതെ വരുമ്പോൾ ചോദിക്കും, അവരെന്നോട് ഒന്നും മിണ്ടുന്നില്ല സംസാരിക്കുന്നു പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച സമയത്ത് അച്ഛനത് കേൾക്കാനുള്ള, അമ്മയ്ക്കത് കേൾക്കാനുള്ള ഒരു കാര്യമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കിന്ന് ഒന്നും പറയാനില്ല എന്ന തരത്തിലേക്ക് അവരുടെ ജീവിത രീതിയുടെ കാര്യങ്ങളെല്ലാം പോകും. ഇതിനെല്ലാം ഏറ്റവും വലിയ ഒരു മരുന്ന് എന്ന് പറയുന്നത് നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങൾ തന്നെയാണ്. ഗുരുവിനെ അറിഞ്ഞുകൊണ്ട്, ഗുരുവിനെ അല്പമെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറയെ കൃത്യമായിട്ട് ഒരു വിവാര പാഠശാലയിൽ കൂടെ ഇന്ന് ഞങ്ങൾ യൂത്ത് മൂവ്മെന്റ് ഒക്കെ നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ശാഖകളിൽ ചെല്ലുമ്പോൾ കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളില്ലാഞ്ഞിട്ടല്ല, കുട്ടികളെ വിടുന്നില്ല എന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് നേരമില്ല എന്ന് പറയുമ്പോൾ ആ പേരൻസ് വിടുന്നില്ല, സഹായത്തിന്റെ ഭാരവാഹികൾ എങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം. വേടൻ വന്നാൽ നമ്മുടെ യുവാക്കളായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളെയും നമുക്ക് കോട്ടയത്ത് വേടൻ എന്ന് വരട്ടെ, യുവാക്കളെ മൊത്തം കേരളത്തിലെ യുവാക്കൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ നടക്കുന്നു. അപ്പൊ അങ്ങനെ ആകർഷ്ടമാകുന്ന ആളുകളിലേക്ക് അത് പോകുന്ന അവന്റെ മനസ്സിൽ നേരത്തെ മുതൽ ചെറുപ്പം മുതലേ ഇത് കുത്തിവെച്ച് കൊടുക്കാൻ, ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മാത്രമാണ്. അത് വേടനെ കുറ്റം പറയാൻ കഴിയില്ല, മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികളെയൊക്കെ ആ തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതൊരു ജീവിതത്തിലെ യാഥാർത്ഥ്യ ബോധമുള്ള ഇതാണ്. കാരണം നമ്മുടെ ഈ പുണ്യഭൂമിയിൽ ഇത് നടക്കുമ്പോഴത്തേക്കും ഇതൊരു എല്ലാ വർഷങ്ങളും തുടർച്ചയായിട്ട് നമ്മൾ നടക്കുകയാണ്. കുട്ടിയുടെ മാനസ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ മാമ്പഴക്കൂട്ടം പോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുടെ യൂണിയന്റെ നേതാക്കന്മാർ, ശാഖയുടെ ഭാരവാഹികളൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ വിടേണ്ടത് ഉത്തരവാദിത്വം നമുക്കാണ്. അതേ സമാജത്തിൽ മാത്രമല്ല നമ്മുടെ ശാഖകളിൽ നമ്മൾ പോകേണ്ടത്. അവിടെ പോകുമ്പോഴും അവരെത്ര ആളുകൾ നമുക്കറിയാം ഇന്ന് പോകണം. പണ്ടൊക്കെ നമ്മളിരിക്കുന്ന 4-5 പേര് കൂടുമ്പോൾ അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിൽ ചെന്നാൽ പോലെ നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പോലും ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം എന്താണ്, ഫോൺ എടുക്കും, വാട്സപ്പ് എടുക്കും, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം അതിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ സത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതികളും മാറ്റങ്ങളും അല്ല. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുവിനെ സ്വീകരിക്കുന്നത് നമ്മളൊക്കെ കൂടുതൽ മറ്റുള്ളവർ, കേരളത്തിന്റെ രാഷ്ട്രീയ മുഖ്യമന്ത്രി പോലും അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക നിലയങ്ങൾ പോലും എല്ലാവരും ഗുരുവല്ലാതെ ഒരു വാക്ക് കടമെടുക്കാതെ അവർക്ക് ചിന്തിക്കാനും ചർച്ച ചെയ്യപ്പെടാനും കഴിയുന്നില്ല. കാരണം നാളെയുള്ള ഭാവി കേരളത്തിലേക്ക് ഗുരുവിന്റെ ദർശനം അത് കൂടുതൽ മുറുകെ പിടിച്ചാലേ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പൊ അതിൽ പിറന്ന് നമ്മളെ സംബന്ധിച്ച്, കാരണം കേരളത്തില് അല്ലെങ്കിൽ ലോകത്തിൽ എത്രയോ സംഘടനകളുണ്ട്, എത്രയോ രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്, എത്രയോ സാംസ്കാരിക സംഘടനകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട്
നമ്മളാരും ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് രൂപം കൊണ്ട ഈ ലോകത്തിലെ ഒരേ ഒരു സംഘടന എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ആ സംഘടനയിൽ ഒന്ന് പിറക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ സംഘടനയിൽ ഒന്ന് ജനിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുജ്ജന്മത്തിലെ ഭാഗ്യമല്ലേ. ആ ഭാഗ്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകേണ്ട കാര്യം നമുക്കുണ്ടോ? കസ്തൂരിമാനിന്റെ അവസ്ഥ പറഞ്ഞ പോലെ ഈ ഗന്ധം എവിടുന്നാ വരുന്ന അപ്പി നമ്മൾ നടക്കുക. നമ്മുടെ ഉള്ളിലാണ് ഈ ഗന്ധം ഇരിക്കുന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ആ ഉള്ളിലിരിക്കുന്ന ഗന്ധത്തെ നമ്മൾ ആവശ്യത്തിന് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ അറിവുകളെ പകർന്നു കൊടുക്കുവാൻ നമ്മുടെ ഈ ജഗത്വാണി ഉൾപ്പെടെയുള്ള നമ്മുടെ പഠനകേന്ദ്രം ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾക്ക് നമുക്ക് നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്ന നമ്മുടെ പഠനകേന്ദ്രത്തിന്റെ എല്ലാ ആളുകളും തന്നെ, ഏറെ വിശിഷ്ട വ്യക്തികളെല്ലാം, നമ്മുടെ പ്രസാദ് സാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും ഇതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഇന്ന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ഇതിനെ ശ്രമിക്കുമ്പോഴാണ് അത് പരിപൂർണ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചിരുന്നത്. ഏതായാലും 9 മണി എന്നുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും കുറെ സമയം നിങ്ങളോടൊപ്പം ഗുരുവിനെ കുറിച്ച് ആശയങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞ വളരെയധികം സന്തോഷം. എന്റെ വാക്കിൽ നിന്നുമാണ്. ഗുരുധർമ്മം വിജയിക്കട്ടെ. വളരെ നന്ദി ശ്രീ സുമോദ് സാർ. കോട്ടയം SNDP യൂണിയൻ സംഘടിപ്പിക്കുന്ന ശാരദോത്സവം എന്ന പ്രോഗ്രാമിനെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംവദിച്ചത് കോട്ടയം SNDP യൂണിയന്റെ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ സുമോദ് സാറാണ്. സുമോദ് സാറിന് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും സാറിനെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി സീമ ചെങ്ങന്നൂർ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശാരദോത്സവത്തിൽ ഏവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കൊച്ചുമക്കൾക്ക് മഹാഗുരുവിന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദി പറയുന്നു. നമസ്തേ. എല്ലാവർക്കും ഈ ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്.